ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊറോഷൻ. അതിനു മുമ്പ് എന്താണ് കൊറോഷൻ എന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. അത് വേറെ ടോപ്പിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. കൊറോഷൻ എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് മെറ്റീരിയൽ അതിൻ്റെ എൻവയോൺമെൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിന് സംഭവിക്കുന്നതാണ് കൊറോഷൻ. അതായത് ആ മെറ്റീരിയലിന് കുറച്ച് ചേഞ്ചസ് സംഭവിക്കും. അതിനാണ് കൊറോഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ടൈപ്സ് അല്ല, ക്ലാസിഫിക്കേഷനാണ്. ടൈപ്സ് വേറെ വരുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് കൊറോഷൻ ജനറൽ, ഫ്ലൂയിഡ് കൊറോഷൻ ലോക്കലൈസ്ഡ്, ഫ്ലൂയിഡ് കൊറോഷൻ സ്ട്രക്ചറൽ, ഫ്ലൂയിഡ് കൊറോഷൻ ബയോളജിക്കൽ. ഇനി അതിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ ഫ്ലൂയിഡ് കൊറോഷൻ ജനറൽ പറയാം. ഇത് മെയിൻ ടോപ്പിക്കാണ്. ഫ്ലൂയിഡ് കൊറോഷൻ ജനറൽ, ഇതിന് യൂണിഫോം കൊറോഷൻ എന്നും പറയാം. When corrosion is generally confined to metal surface, it is known as general corrosion. ഇതൊരു കോമൺ ഫോമായ കൊറോഷനാണ്. ഇതിൻ്റെ എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ മോസ്റ്റ് ഡിറക്റ്റ് കെമിക്കൽ അറ്റാക്ക്. ഇതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് യൂസ് തിക്കർ മെറ്റീരിയൽ ഫോർ കൊറോഷൻ അലോയൻസ്, യൂസ് പെയിൻറ്റ്സ് ഓർ മെറ്റാലിക് കോട്ടിങ്സ് സച്ച് ആസ് പ്ലാസ്റ്റിക്, ഗാൽവനൈസിങ്. ഈ പ്രിവെൻഷൻ ലാസ്റ്റ് എല്ലാത്തിൻ്റെയും കൂടെ പ്രിവെൻഷൻ വേറെ ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് വേണം എന്നില്ല. ഇനി ജനറൽ അല്ലെങ്കിൽ യൂണിഫോം കൊറോഷൻ സബ് ക്ലാസിഫൈഡ് ആസ് ഫിസിക്കോ കെമിക്കൽ കൊറോഷൻ, ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ. ഫിസിക്കോ കെമിക്കൽ കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് the effect of these types are swelling, tracing, cracking, softening, etc. Example, plastic and non-metallic material. ഇനി ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ എന്ന് പറഞ്ഞത് ഒരു ഡിസ്ക്രീറ്റ് പോയിൻ്റ്, ഒരു പോയിന്റിൽ എത്തുമ്പം മെറ്റാലിക് സർഫസിൻ്റെ പോയിന്റിൽ എത്തുമ്പം കാത്തോഡിക് ഏരിയയിൽ നിന്ന് ആനോഡിക് ഏരിയയിലേക്ക് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും. അപ്പോൾ ഒരു കൊറോഷൻ നടക്കും. അതിനാണ് ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് കൊറോഷൻ ഒക്കേഴ്സ് അറ്റ് ഡിസ്ക്രീറ്റ് പോയിന്റ് ഓഫ് മെറ്റാലിക് സർഫസ് വെൻ ഇലക്ട്രിസിറ്റി ഫ്ലോഡ് ഫ്രം കാത്തോഡിക് ഏരിയ ടു ആനോഡിക് ഏരിയ. ഈ അടുത്ത മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് ലോക്കലൈസ്ഡ് കൊറോഷൻ. It is the most frequently observed on different locations in a material. It occurs in numerous ways. Localized corrosion വരുന്നതാണ് സ്പെസിഫിക് സൈറ്റ് കൊറോഷൻ. സ്പെസിഫിക് സൈറ്റ് കൊറോഷൻ is again classified as intergranular corrosion, pitting corrosion and crevice corrosion. Intergranular corrosion നോക്കാം. Intergranular corrosion എന്ന് പറയുന്ന ഒരു മെറ്റലിലോ എലോയിൻ്റെയോ ഗ്രെയിൻ ബൗണ്ടറീസിൽ കൊറോഷൻ സംഭവിക്കും. അതിനാണ് ഇൻ്റർഗ്രാനുലർ കൊറോഷൻ എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ക്യാൻ റിവീൽ ക്ലിയർലി ഇൻ്റർഗ്രാനുലർ കൊറോഷൻ. ഇനി രണ്ടാമത്തതാണ് പിറ്റിംഗ് കൊറോഷൻ. പിറ്റിംഗ് കൊറോഷൻ റിസൾട്ട് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് പിറ്റ്സ് ആൻഡ് ക്യാവിറ്റീസ്. ഈ കൊറോഷൻ സംഭവിക്കുമ്പം പിറ്റ്സും ക്യാവിറ്റീസും ഉണ്ടാവും. അതിനാണ് പിറ്റിംഗ് കൊറോഷൻ എന്ന് പറയുന്നത്. ബൾക്ക് ഓഫ് സർഫസ് റിമൈൻ അൺഅറ്റാക്ഡ്. ദേ റേഞ്ച് ഫ്രം ഡീപ്പ് ക്യാവിറ്റീസ് ഓഫ് സ്മോളർ ഡയമീറ്റർ ടു ഷാലോ ഡിപ്രഷൻ. ഇനി മൂന്നാമത്തതാണ് ക്രിവൈസ് കൊറോഷൻ. ക്രിവൈസ് എന്ന് പറയുന്നത് വിള്ളലുകളാണ്. അപ്പോൾ ഇൻ ദിസ് ടൈപ്പ് കൊറോഷൻ ഒക്കർ ഇൻ crevice because solution are retained at such places which take longer time to dry out. ഈ കൊറോഷൻ ഈ വിള്ളലിൻ്റെ ഇടയിലൊക്കെ സൊല്യൂഷൻ നിന്നിട്ട് അത് കുറേ ടൈം എടുക്കും, ഡ്രൈ ആവാൻ വേണ്ടി ലോങ്ങർ ടൈം എടുക്കും. അതിനാണ് ക്രിവൈസ് കൊറോഷൻ പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് അണ്ടർ ഗ്യാസ്കറ്റ്, റിവറ്റ്സ് ആൻഡ് ബോൾസ് ബിറ്റ്വീൻ വാൾവ് ഡിസ്ക് ആൻഡ് സീറ്റ്. ഇനി ലോക്കലൈസ്ഡ് കൊറോഷനിൽ രണ്ടാമത്തതാണ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് കൊറോഷൻ. സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് കൊറോഷൻ അല്ലെങ്കിൽ കൊറോഷൻ ഡ്യൂ ടു സ്ട്രെസ്. ഇത് ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെസ് കൊറോഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ഇൻറ്റേർണൽ സ്ട്രെസ്സോ മെറ്റലിൻ്റെ ഇൻറ്റേർണൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ പുറമേന്ന് അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സിനെയോ ആണ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് കൊറോഷൻ പറയുന്നത്. ഇറ്റ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ആസ് സ്ട്രെസ് കൊറോഷൻ ക്രാക്കിംഗ്. അറ്റ് ദ സർഫസ് if tensile stress equal to or more than the yield stress, surface develop cracks. സീസൺ ക്രാക്കിംഗ്. ഈ സീസണിലൊക്കെ കാണുന്ന ക്രാക്കിങ്ങിന് ആണ് സ്ട്രെസ് കൊറോഷൻ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ ക്രാക്സ് ഉണ്ടാക്കും. അതിനാണ് സ്ട്രെസ് കൊറോഷൻ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് കൊറോഷൻ ഫെറ്റീഗ്. It is caused by the combined effect of cyclic stress and corrosion. Control of corrosion fatigue can be accomplished by either lowering cyclic stress or by corrosion control. ഇതാണ് കൊറോഷൻ ഫറ്റീഗ്. ഇനി മൂന്നാമത്തേതാണ് ഫ്രെറ്റിംഗ് കൊറോഷൻ.
Fretting corrosion occur when metals slide over each other and cause mechanical damage to one or both. അതായത് ഒരു ഫ്രെറ്റിംഗ് കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ സ്ലൈഡ് മറ്റേ മെറ്റൽ സ്ലൈഡിൻ്റെ ഓവറായിട്ട് നിൽക്കുമ്പോഴാണ് ഈച്ച് അതറായിട്ട് രണ്ടും പരസ്പരം കൂടിച്ചേരുമ്പം ഒരു കൊറോഷൻ നടക്കും. അതിനാണ് ഫ്രെറ്റിംഗ് കൊറോഷൻ എന്ന് പറയുന്നത്. ആ കൊറോഷൻ നടക്കുമ്പം മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടാവും. ആ രണ്ട് സ്ലൈഡിനും മെറ്റൽ സ്ലൈഡിനും ഡാമേജ് ഉണ്ടാവും. അതിനാണ് ഫ്രെറ്റിംഗ് കൊറോഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് റിലേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് മെറ്റൽ ടു പ്രോസസ് മേ ഒക്കർ. ഈ റിലേറ്റീവ് മൂവ്മെൻറ്റിൽ രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒന്നാമത്തത് ഫ്രിക്ഷണൽ ഹീറ്റ് ഈസ് ജനറേറ്റഡ് വിച്ച് ഓക്സിഡൈസസ് ദ മെറ്റൽ ടു ഫോം ഓക്സൈഡ് ഫിലിം. രണ്ടാമത്തത് റിമൂവൽ ഓഫ് പ്രൊട്ടക്റ്റീവ് ഫിലിം റിസൾട്ട് ഇൻ എക്സ്പോഷർ ഓഫ് ഫ്രഷ് സർഫസ് ടു കൊറോഷൻ അറ്റാക്ക്. ലോക്കലൈസ്ഡ് കൊറോഷനിൽ വരുന്ന മൂന്നാമത്തെ ടോപ്പിക്കാണ് ഫ്ലോ റിലേറ്റഡ് കൊറോഷൻ. Flow related corrosion is again classified as impingement corrosion, erosion corrosion and cavitation erosion. Impingement corrosion അല്ലെങ്കിൽ velocity accelerated corrosion. It is accelerated by corrosive product such as oxide film which would otherwise tend to stifle the corrosion reaction. അതിനാണ് ഇൻപിഗ്മെൻറ്റ് കൊറോഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റിലേറ്റഡ് കൊറോഷനിൽ രണ്ടാമത്തതാണ് ഇറോഷൻ കൊറോഷൻ. ഒന്നാമത്തത് ഇംപാക്ട്മെൻറ്റ് കൊറോഷൻ, രണ്ടാമത്തത് ഇറോഷൻ കൊറോഷൻ. ഇറോഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ഓഫ് എ മെറ്റൽ ബൈ അബ്രേഷൻ ആൻഡ് അട്രീഷൻ. ഒരു മെറ്റലിനെ ഡിസ്ട്രക്ട് ചെയ്യും ഏത് വഴി? ബൈ അബ്രേഷൻ ആൻഡ് അട്രീഷൻ. അബ്രേഷൻ എന്ന് പറഞ്ഞാൽ സർഫസ് ലെവൽ ഡിസ്ട്രക്ഷൻ ആണ്. അട്രീഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിനൊക്കെ ബ്രേക്ക് ചെയ്യുന്നതിനാണ് അട്രീഷൻ എന്ന് പറയുന്നത്. ദിസ് കോസ്ഡ് ബൈ ഫ്ലോ ഓഫ് ലിക്വിഡ് ഓർ ഗ്യാസ് വിത്ത് ഓർ വിത്തൗട്ട് സസ്പെൻഡഡ് സോളിഡ്സ്. ഇതിനാണ് ഇറോഷൻ കൊറോഷൻ എന്ന് പറയുന്നത്. All type of equipment exposed to moving fluids are subjected to erosion corrosion. Example is ship propellers and pump impellers. ഇനി മൂന്നാമത്തേതാണ് cavitation erosion. Cavitation erosion എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ട്രാൻസിയൻറ്റ് വോയിഡ്സ് ഓർ വാക്വം ബബിൾസ് ഇൻ എ ലിക്വിഡ് സ്ട്രീം. ഒരു ലിക്വിഡ് സ്ട്രീമിൽ ട്രാൻസിയൻറ്റ് വോയിഡ്സോ വാക്വം ബബിൾസോ ഫോം ചെയ്യും. ഈ ഫോം ചെയ്ത വാക്വം ബബിൾസ് മെറ്റലിൻ്റെ സർഫസുമായിട്ട് കൊലാപ്സ് ചെയ്യുമ്പം പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ഫിലിംസിനെ ഡാമേജ് ചെയ്യും. അപ്പോൾ ഇറ്റ്സ് റിസൾട്ട്സ് ഇൻ കൊറോഷൻ. അതിനാണ് കാവിറ്റേഷൻ ഇറോഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഒബ്സർവ്ഡ് അറൗണ്ട് പ്രോപ്പല്ലേഴ്സ്, റൂഡേഴ്സ് ഇൻ പമ്പ്. ഇനി അടുത്തതാണ് കൊറോഷൻ ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻ. അതായത് ലോക്കലൈസ്ഡ് ഒന്നാമത്തേതാണ് സ്പെസിഫിക് സൈറ്റ് കൊറോഷൻ. അതിൽ നമ്മൾ ഇൻ്റർഗ്രാനുലർ കൊറോഷൻ, പിറ്റിംഗ് കൊറോഷൻ ആൻഡ് ക്രിവൈസ് കൊറോഷൻ പറഞ്ഞ്. ഇനി രണ്ടാമത്തേതാണ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് കൊറോഷൻ. അതിൽ സ്ട്രെസ് കൊറോഷൻ ക്രാക്കിങ്ങും കൊറോഷൻ ഫെറ്റീഗും ഫ്രെറ്റിംഗ് കൊറോഷനും പറഞ്ഞു. മൂന്നാമത്തേതാണ് ഫ്ലോ റിലേറ്റഡ് കൊറോഷൻ. അതിൽ ഇംപൈഗ്മെൻറ്റ് ഇറോഷൻ ആൻഡ് കാവിറ്റേഷൻ ഇറോഷൻ പറഞ്ഞു. ഇനി നാലാമത്തേതാണ് കൊറോഷൻ ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻ. കൊറോഷൻ ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻ ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ആസ് ഗാൽവാനിക് കൊറോഷൻ, ഓക്സിജൻ കോൺസെൻട്രേഷൻ സെൽ ആൻഡ് ഹൈഡ്രജൻ എംബ്രിട്ടിൽമെൻറ്റ്. കൊറോഷൻ ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷനിൽ വരുന്നതാണ് ഗാൽവാനിക് കൊറോഷൻ. ഗാൽവാനിക് കൊറോഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിസിമിലർ മെറ്റൽ കൊറോഷൻ. ഗാൽവാനിക് കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെയിം എൻവിയോൺമെൻറ്റിൽ ഫ്രം മോർ ആക്റ്റീവ് മെറ്റൽ, അതായത് സിങ്ക് ആനോഡിന്ന് ലെസ് ആക്റ്റീവ് മെറ്റൽ കോപ്പർ കാത്തോഡിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനാണ് ഗാൽവാനിക് കൊറോഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഓക്സിജൻ കോൺസെൻട്രേഷൻ സെൽ. ഓക്സിജൻ കോൺസെൻട്രേഷൻ സെൽ പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ഫിലിം ഒക്കർ ചെയ്തിട്ടില്ലെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. അതിനാണ് ഓക്സിജൻ കോൺസെൻട്രേഷൻ സെൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് ഹൈഡ്രജൻ എംബ്രിട്ടിൽമെൻറ്റ്. ഇൻ കാർബൺ സ്റ്റീൽ ഹൈഡ്രജൻ പെനിട്രേറ്റ് ദ സ്റ്റീൽ ആൻഡ് റിയാക്ട് വിത്ത് ഇറ്റ്സ് കാർബൺ ടു ഫോം മീഥേൻ. ഒരു കാർബൺ സ്റ്റീലിൽ ഹൈഡ്രജൻ സ്റ്റീലിനെ പെനിട്രേറ്റ് ചെയ്യും ആൻഡ് കാർബണായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മീത്തേൻ ഫോം ചെയ്യും. then depletion of carbon decreases the strength of the material resulting in corrosion. അതിനാണ് ഹൈഡ്രജൻ എംബ്രിട്ടിൽമെൻറ്റ് എന്ന് പറയുന്നത്. The next main classification is structural corrosion. Structural corrosion is also known as selective corrosion. Structural corrosion എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അലോയിൻ്റെ ഏതെങ്കിലും ഒരു കോമ്പണൻറ്റ് റിമൂവ് ചെയ്യുന്നത് ഡ്യൂ ടു വിച്ച് മെക്കാനിക്കൽ സ്ട്രെങ്ത് ഓഫ് അലോയ് ഗെറ്റ് റെഡ്യൂസ്ഡ്. അതിനാണ് സ്ട്രക്ചറൽ കൊറോഷൻ എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ കൊറോഷൻ ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ആസ് ഗ്രാഫൈറ്റ് കൊറോഷൻ ആൻഡ് ഡീസെൻസിഫിക്കേഷൻ.
ഇനി ഗ്രാഫൈറ്റ് കൊറോഷൻ നോക്കാം. ഗ്രാഫൈറ്റ് കൊറോഷൻ is an allotropy of carbon. Allotropes എന്ന് പറഞ്ഞാൽ എന്താ? എലമെൻറ്റ് മോർ ദാൻ വൺ ക്രിസ്റ്റലൈൻ ഫോമിനല്ലേ allotropes എന്ന് പറയുന്നത്. അതായത് കാർബണിൻ്റെ ഗ്രാഫൈറ്റ് കൊറോഷൻ എന്ന് പറഞ്ഞാൽ allotropes ഓഫ് കാർബൺ ആണ്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഗ്രേ കാസ്റ്റ് അയൺ. ഈ ഗ്രാഫൈറ്റ് കൊറോഷൻ എന്ന് പറഞ്ഞാൽ ദ മെറ്റാലിക് അയൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൊറോസീവ് പ്രോഡക്റ്റ്, leaving a residue of intact graphite which is mixed with iron corrosive product and other insoluble constituent of cast iron. അതിനാണ് ഗ്രാഫൈറ്റ് കൊറോഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഡീസെൻസിഫിക്കേഷൻ. This type of corrosion is seen in brass that contain more than 50% of zinc. In brass, the principal product of corrosion is metallic copper which may redeposit on the plant. ഈ ഡീസെൻസിഫിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈന്യൂട്ടായിട്ട് ആർസനിക്കോ ഫോസ്ഫേറ്റോ ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്താൽ മതി. ബ്രാസ് അലോയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്താൽ മതി ആർസനിക്കോ ഫോസ്ഫേറ്റോ. അതങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യൽ. ഇനി ലാസ്റ്റത്തെ, അതായത് കൊറോഷൻ്റെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ബയോളജിക്കൽ കൊറോഷൻ. The next main classification is fluid corrosion biological. ഇതാണ് കൊറോഷൻ്റെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ മെറ്റബോളിക് ആക്ഷൻ ഉണ്ടാകുമ്പം ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഡിറ്റീറിയേഷൻ ഓഫ് മെറ്റൽ സംഭവിക്കും. അതായത് മെറ്റൽ ഡീഗ്രേഡ് ആവും. ഈ പ്രോസസ്സിനെയാണ് ബയോളജിക്കൽ കൊറോഷൻ എന്ന് പറയുന്നത്. ഈ ബയോളജിക്കൽ കൊറോഷൻ്റെ കോസസ് ആണ് ഒന്നാമത്തേതാണ് പ്രൊഡ്യൂസിങ് കൊറോസീവ് എൻവയോൺമെൻറ്റ് ഓർ ആൾട്ടറിങ് എൻവയോൺമെൻറ്റൽ കോമ്പോസിഷൻ. രണ്ടാമത്തേതാണ് ക്രിയേറ്റിംഗ് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ സെൽ ഓൺ ദ മെറ്റൽ സർഫസ്. മൂന്നാമത്തേതാണ് ആൾട്ടറിങ് റെസിസ്റ്റൻസ് ടു സർഫസ് ഫിലിം. നാലാമത്തേതാണ് ഇൻഫ്ലുവൻസിങ് ദ റേറ്റ് ഓഫ് ആനോഡിക് ഓർ കാത്തോഡിക് റിയാക്ഷൻ. ദിസ് ഈസ് ഓൾ അബൌട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊറോഷൻ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ 4 ടൈപ്സാണ്: ഫ്ലൂയിഡ് കൊറോഷൻ, ജനറൽ, ലോക്കലൈസ്ഡ്, സ്ട്രക്ചറൽ ആൻഡ് ബയോളജിക്കൽ. General, otherwise known as uniform, it is classified as physicochemical corrosion and electrochemical corrosion. രണ്ടാമത്തേതാണ് ലോക്കലൈസ്ഡ് വരുന്നതാണ് സ്പെസിഫിക് സൈറ്റ് കൊറോഷൻ. ഇറ്റ് ഈസ് again classified as intergranular corrosion, pitting corrosion and crevice corrosion. രണ്ടാമത്തേതാണ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് കൊറോഷൻ. ഇറ്റ് ഈസ് again classified as stress corrosion, cracking, corrosion fatigue and fretting corrosion. മൂന്നാമത്തേതാണ് ഫ്ലോ റിലേറ്റഡ് കൊറോഷൻ. ഈസ് അഗെയിൻസ്റ്റ് ക്ലാസിഫൈഡ് ആസ് ഇംപിഗ്മെൻറ്റ് കൊറോഷൻ, ഇറോഷൻ കൊറോഷൻ ആൻഡ് കാവിറ്റേഷൻ ഇറോഷൻ. ഇനി നാലാമത്തേത് വരുന്നതാണ് കൊറോഷൻ ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻ. അതിൽ വരുന്നതാണ് ഗാൽവാനിക് കൊറോഷൻ, ഓക്സിജൻ കോൺസെൻട്രേഷൻ സെൽ ആൻഡ് ഹൈഡ്രജൻ എംബ്രിട്ടിൽമെൻറ്റ്. മൂന്നാമത്തെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് സ്ട്രക്ചറൽ അല്ലെങ്കിൽ സെലക്റ്റീവ് കൊറോഷൻ, അഗെയിൻ ക്ലാസിഫൈഡ് ആസ് ഗ്രാഫൈറ്റ് കൊറോഷൻ, ഡീസെൻസിഫിക്കേഷൻ. നാലാമത്തത്, അതായത് ലാസ്റ്റ് ടൈപ്പ് ഓഫ് കൊറോഷൻ, ഇസ് ബയോളജിക്കൽ കൊറോഷൻ. താങ്ക് യു.